ഷൈൻചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പടത്തിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഫാമിലി ആയിട്ടും കാണാം. എല്ലാ ജോണറിലും വിട്ട ആൾക്കാർ കാണാൻ പറ്റിയൊരു ഉഗ്രൻ സിനിമയാണ്. കോമഡിയാണ്, ഹ്യൂമറാണ്. ക്രിസ്മസിന് കിട്ടിയ നല്ലൊരു ഹ്യൂമർ പടം തന്നെയായിരിക്കും. മിസ്സാക്കരുത്, എല്ലാവരും പോയി കാണാം. ക്രിസ്മസ് തൂക്കി തന്നെ പറയാം. അടിനാശം വെള്ളപ്പൊക്കം തൂക്കി തന്നെ പറയാം നമുക്ക്. ഓക്കെ, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പിന്നെ എൻ്റെ വരെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചില്ല. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് ഒരു എന്താ പറയുക, ഒരു അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള ഒരു ടൈറ്റിലിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ഐ മീൻ ദ ലാസ്റ്റ് പോർഷൻ ഒരു ഫൈറ്റ് സീനുണ്ട്, അത് ഗംഭീര സാധനമായിരുന്നു. നമ്മൾ ഈ പ്രിയദർശൻ്റെയൊക്കെ പടത്തിൻ്റെ അവസാനം കാണുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, എല്ലാം കൊണ്ടുള്ള ഒരു കൊളാപ്സ്, അതേപോലെ ഒരു ഫൈറ്റ് ഗംഭീരമായിരുന്നു. ഒരു 2 മണിക്കൂർ ഇരുന്ന് ചിരിക്കാനുള്ള കണ്ടന്റ് ഉണ്ട് സിനിമയിൽ. ഫുൾ ടൈം കോമഡി. പടം തുടങ്ങിയ ഒരു 5 മിനിറ്റ് തൊട്ട് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. ഷൈൻചേട്ടൻ്റെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? നല്ല ഒരു പരിപാടിയാണല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇതൊരു ഫൺ പടമാണ്. എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, ചില്ലാവാൻ പറ്റുന്ന ഒരു ഫൺ പടമാണ്. പിന്നെ വർഗീസ് ചേട്ടനാണെങ്കിലും കപ്പിയാര് കണ്ടിട്ടുള്ളല്ലോ, അടി കപ്പിയാരെ കൊണ്ട് ആള് അങ്ങനെ ഒരു കോളേജ് ക്യാമ്പസ് വൈബിലുള്ള പടങ്ങളാണ് അടിനാശം തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു അടിനാശം തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കോമഡി പോലെയാണ് ചെയ്തേക്കുന്നത്. ഒരു കോമഡി സബ്ജക്റ്റാണ്. കോമഡി പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വിഷയം ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ ക്യാമ്പസിലെയും യുവതലമുറയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നിനെതിരെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് ചിത്രത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ, പിന്നെ നമ്മുടെ കുറേ നാളേക്ക് ശേഷം പ്രേംകുമാർ സാറിനെ സ്ക്രീനിൽ കാണുകയാണ്. ബൈജു, എല്ലാവരും നല്ലതായിട്ട് കണ്ട. ലാസ്റ്റ് ബാബു ആൻ്റണിയുടെ ഒരു ഗെറ്റപ്പ് ഉണ്ട്. എന്തായാലും പടം ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാമ്പസ് ചിത്രമാണ്. ക്യാമ്പസ് ആണെങ്കിലും എല്ലാം ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു കാലത്ത് ഇപ്പം 2-3 സിനിമകളെല്ലാം ഇപ്പം ധീരം ഞാൻ ചെയ്തൊരു മൂവിയായിരുന്നു. അതെല്ലാം ഒരു ത്രില്ലർ മൂവി ആണെങ്കിൽ പോലും ഏതൊരു ഫാമിലിക്കും വളരെ ഇതായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണോ അതോ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് കാണിക്കണോ എന്ന് സംശയമില്ലാതെ നേരിട്ട് വന്ന് കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റോടുകൂടി ചിരിയോട്